ഫിറോസ് ചുട്ടിപ്പാറയുടെ കൈകൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഇന്നത്തെ നമ്മുടെ ഭക്ഷ്യമേളയുടെ ഏറ്റവും ഹൈലൈറ്റഡ് ഐറ്റം ഇപ്പൊ ഇതെന്തോ നിൽക്കുക ഗരം മസാല ഒന്ന് വിതറി വെച്ചിട്ടുണ്ട്. പരുവത്തിന് സെറ്റ് ചെയ്ത് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. രതീഷ് ആണെങ്കിൽ ഇളക്കാൻ തയ്യാറായി നിൽക്കാണ്. തുടങ്ങാറായോ? അതെനിക്ക് കാണണം. ഇപ്പൊ ഇട്ടത് പെപ്പർ, കുരുമുളക് പൊടി. കപ്പ ബിരിയാണിയാണ് നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കപ്പ ബിരിയാണിയിൽ കപ്പയുടെ മുകളിൽ അത്യാവശ്യം മസാല കൂട്ടുകളൊക്കെ ഇട്ടു. ഏറ്റവും അടിയിൽ ബീഫ് കിടപ്പുണ്ട്. ഇനി ഇടാൻ എന്തുണ്ട്? ഇനി ഒന്നെന്ന് ചൂടാക്കുമോ? ഒന്ന് ആവി കയറ്റുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഇനി ഉദ്ദേശം. ചെയ്യുന്ന കാര്യം വൃത്തിക്ക് ചെയ്യണമെന്ന ബോധമാണ് ഒന്ന് അദ്ദേഹത്തിനെ ഇവിടെ വരെ എത്തിച്ചത്. രണ്ട്, ഫിറോസ് ചുട്ടിപ്പാറ എന്ന ഈ സാധാരണക്കാരനായ പാവങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ കൊടുക്കാൻ പഠിച്ച ആളാണ്. മനസ്സിലാക്കാനായത് അദ്ദേഹം ബിൽഡിംഗ് പണിയേറിയ കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് പോയിട്ടുണ്ട്. ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ അദ്ദേഹത്തിന്റെ തന്നെ പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിലിട്ട് 1.5 രൂപയ്ക്ക് ഫോട്ടോ കോപ്പി മെഷീൻ കൊണ്ടുവന്ന് വെച്ച് ജീവിച്ചു തുടങ്ങിയ ഒരു മനുഷ്യനാണ്. അന്ന് അവർ ഒരുപാട് പേര് കളിയാക്കി, നിനക്ക് ഈ 1.5 ചക്രം മതിയോ ജീവിക്കാനെന്നുള്ളത്. പക്ഷെ 1.5 ചക്രം മതിയോ എന്ന് നാട്ടുകാർ ചോദിക്കുമ്പോൾ പുള്ളിയുടെ പെട്ടിയിലേക്ക് 12,000 രൂപ വീടുന്നുണ്ടായിരുന്നു. 1.5കൾ കൂടിയ മൈക്രോ ഫിനാൻസിങ്ങിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു അത് എന്നുള്ളത് പുള്ളി വെളിയിൽ പറയാൻ നിന്നില്ല. 5:30 തീരുമെന്ന് പറഞ്ഞതിനെ കണ്ടോ, 4:45 ആശാൻ തീർത്തു. പുള്ളി പറയുന്നത് കേട്ട് ബീഫ് നിന്നു എന്നാണ് തോന്നുന്നത് കേട്ടോ. ഇറക്കി താഴെ വെച്ചിട്ടുണ്ട്, മൂടി എടുത്തിട്ടുണ്ട്. മസാല ഇട്ടിരിക്കുന്ന കപ്പയുടെ മുകളിലേക്ക് കടുക് വറുത്തത് കൂടി താളിക്കാനുള്ള ശ്രമമാണ്. പരത്തിയിടാനുള്ള നിർദ്ദേശമാണ് ഫിറോസിന് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞോ? പരിപാടി കഴിഞ്ഞോ? ഇതിന് തിരിച്ചെടുത്ത് മുകളിൽ വെക്കാം നമുക്ക്. രതീഷേ, ഓടിവായോ? ഇനിയാണ് ഇത്രയും നേരം നമ്മൾ കാത്തിരുന്ന നല്ല ടേസ്റ്റ് ഉണ്ട്. അത് ഇനിയാണ് വരാനിരിക്കുന്നത്. ഫുഡ് ഫെസ്റ്റിവൽ പലപ്പോഴും തിരുവനന്തപുരം ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഇത്തവണ കരുതിയത് സാധാരണയിൽ വ്യത്യസ്തമായി എങ്ങനെ ഫുഡ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാം. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് ഫിറോസ് ചുട്ടിപ്പാറയെ പോലുള്ള വളരെ പ്രമുഖരായ ഷെഫുമാരെ ഇവിടേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഞങ്ങളതിൽ കണ്ടിരുന്ന റെഫറൻസ് നിശാഗന്ധിയിലും സൂര്യകാന്തിയിലും സിത്താര പാടുന്നത് പോലെ, സ്റ്റീഫൻ ഡിവസ്യ പെർഫോം ചെയ്യുന്നത് പോലെ ഫിറോസ് ചുട്ടിപ്പാറ പെർഫോം ചെയ്യണം. അത് ആളുകൾ കയ്യടികളോടെ കണ്ടു നൽകണം. ഇതാണ് ഞങ്ങളുടെ റെഫറൻസായി ഞങ്ങൾ ഈ പരിപാടിയിൽ കണ്ടത്. അത് ഇന്ന് ആദ്യത്തെ തുടക്കം തന്നെ ഫിറോസ് ചുട്ടിപ്പാറയായിരുന്നു. അസലായിട്ടുണ്ട്, ഗംഭീരമായിട്ടാണ്. ഞങ്ങൾ ഉദ്ദേശിച്ച ആ റെഫറൻസിലേക്ക് എത്തി എന്നുള്ളതാണ്. നിങ്ങളൊരു സ്റ്റേജ് പെർഫോമൻസ്, അത് ഒരു ഗായികയുടേതാകാം, മജീഷ്യൻ്റെതാകാം, ആരുടേതാകാം, കൊമേഡിയൻ്റെതാകാം, ആ പെർഫോമൻസ് കാണുന്നത് പോലെ ആസ്വദിക്കുന്നത് പോലെ ഫുഡ് ആസ്വദിക്കുന്നതാണ്. എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ആദ്യമായി ക്ഷണിക്കുന്നത് റഹീം സാറാണ്. അപ്പോൾ അതിനെന്തായാലും വളരെ സന്തോഷമാണ്. പിന്നെ തിരുവനന്തപുരംകാർക്ക് ചെറിയൊരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയതിൽ അതിയായ സന്തോഷമുണ്ട്. പിന്നെ വേറൊന്ന് പ്രത്യേകിച്ച് പറയാനുള്ളത്, എൻ്റെ പരിമിതികളായ സമയവും പരിമിതികളായ സാധനവും എൻ്റെ പരിമിതിക്കുള്ളിൽ, ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിമിതിക്കുള്ളിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും നിങ്ങൾ കുറ്റമോ കുറവോ തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കാം. എന്നാലും ഞങ്ങൾ പറഞ്ഞോളെ, കുറ്റങ്ങൾ പറയണം, എന്നാലേ നമുക്ക് തിരുത്തൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും സാധനമായിട്ടുണ്ട്. ആ കപ്പ ബിരിയാണി ഏറ്റവും ആദ്യം നമുക്ക് എം പിക്ക് തന്നെ കൊടുക്കാം, ഇല്ലേ ഫിറോസ്? ശരി. അപ്പൊ ബഹുമാനപ്പെട്ട എം പിക്ക് ആദ്യ പ്ലേറ്റ് രുചികരമായി കൈമാറാനും അത് കഴിച്ച് അഭിപ്രായം പറയുകയും ചെയ്യുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട എം പിയെ സ്വാഗതം ചെയ്യുന്നു. അത് നൽകുന്നതിന് വേണ്ടിയിട്ട് സാക്ഷാൽ ഫിറോസ് ചുട്ടിപ്പാറ നല്ല കൈ കൊടുക്കണേ. പൊടിഞ്ഞ പണി എടുത്തിട്ടുണ്ടായിരുന്നേ. കഴിച്ചിട്ട് അത് എങ്ങനെ ഉണ്ടായിരുന്നുള്ള റിവ്യൂ ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് എം പിയുടെ റിവ്യൂ വരാൻ പോകുന്നത്. ശരി. ഇച്ചിരി ചൂട് കാണും, കപ്പയാണ്. നമുക്കുള്ള കിട്ടും, നമുക്കുണ്ട്. അസാധ്യമായിട്ട് ഹിറ്റായിന്നേ. ശരി, ഇനി നിങ്ങൾ ഓരോരുത്തരും ശ്രമിച്ചു നോക്കണം. നിങ്ങളത് ശ്രമിക്കുമ്പോ നമ്മുടെ പ്ലേറ്റ് നിറച്ചു തുടങ്ങിയോ? പിള്ളേരെ, നിങ്ങൾക്ക് എങ്ങനെ വേണം? ചെറിയ പ്ലേറ്റിൽ പോരെ? ഇത് വേണ്ട എന്ന അഭിപ്രായം ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ എനിക്ക് അറിയണം. കൊതി വെക്കല്ലേ, എനിക്ക് നാളെയും പരിപാടിയുള്ളതാണേ. പിള്ളേരെ അസാധ്യമാണ് കേട്ടോ. മനുഷ്യ, നിങ്ങൾ സൂപ്പറാണ്, നിങ്ങൾ അടിപൊളിയാണ്.
ഇനി ഞാൻ പിള്ളേർ വന്ന് പറയട്ടെ, അവര് അല്ലെ കണ്ണു വയ്ക്കും. ഒരുപാടുണ്ട്, ഓരോരുത്തർക്കായിട്ട് ഓരോ സൈഡിൽ നിന്ന് ഞാൻ തന്നെ സെറ്റ് ചെയ്യുന്നുള്ളൂ. അത് ഞാൻ എടുത്തു കൊടുത്തു തുടങ്ങിക്കോട്ടെ. ആ മകളെ 2-3 വോളണ്ടിയേഴ്സും കൂടി വന്നാൽ നമുക്ക് നിരനിരയായിട്ട് നിന്ന് ആരും ബഹളം ഉണ്ടാക്കരുത്. ഫിറോസ് ചുട്ടിപ്പാറയുടെ കൈകൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഇന്നത്തെ നമ്മുടെ ഭക്ഷ്യമേളയുടെ ഏറ്റവും ഹൈലൈറ്റഡ് ഐറ്റം എപ്പോഴും കാട്ടേണ്ട ഒരു ചെമ്പ് നിറയെ കപ്പ ബിരിയാണി ഉണ്ട്. ഒരു ചെമ്പ് നിറയെ കഴിച്ചിട്ട് പോയാൽ മതി, എല്ലാവർക്കും ഉള്ളതുണ്ട്. അത് ഞാൻ ചെയ്യണ്ടേ? സാധനം കിട്ടണ്ടേ? തീരൂല, ഉണ്ട്, നീ പേടിക്കണ്ട, സാധനം ഉണ്ട്.